തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവിന്റെ കാലാവധി അവസാനിച്ചിട്ടും നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ INTUC യൂണിയന്റെ നേതൃത്വത്തിൽ സമരത്തിന് ഒരുങ്ങുന്നു. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് തോട്ടം തൊഴിലാളികളുടെ ശമ്പളം പരിഷ്കരിക്കാത്ത സാഹചര്യത്തിലാണ് സമരം നടത്തുന്നത്. ജീവിത നിലവാരവും സാധനങ്ങളുടെ വിലവർധനവും കാരണം തോട്ടം തൊഴിലാളികൾ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ്. എന്നാൽ ശമ്പള വർധനവിന്റെ കാര്യത്തിൽ മാനേജ്മെന്റിന്റെ കൂടെയാണ് സർക്കാർ നിലപാടെന്നും INTUC ആരോപിക്കുന്നു. കരാറിന്റെ കാലാവധി 31/12/2025 അവസാനിച്ചു. പുതിയ ശമ്പള പരിഷ്കരണ കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. റബ്ബർ, തേയില, ഏലം, കാപ്പി തോട്ടം തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണമാണ് നടപ്പാക്കേണ്ടത്. INTUCയുടെ ഡിമാൻഡ് അനുസരിച്ച് എല്ലാ തോട്ട മേഖലയിലും തൊഴിലാളികൾക്ക് 800 രൂപ അടിസ്ഥാന ശമ്പളം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളിലും DA അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളിലുമൊക്കെ ആനുപാതികമായ വർധന ഉണ്ടാകണമെന്ന് INTUC ആവശ്യപ്പെട്ടു. അതനുസരിച്ചുള്ള ഡിമാൻഡ് നോട്ടീസ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. മാനേജ്മെൻറ്റുകളെ ഈ ഡിമാൻഡ് നോട്ടീസ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ PLC വിളിച്ചുകൂട്ടി ഇതിന് ആവശ്യമായ ചർച്ചകൾ നടത്തി എത്രയും പെട്ടെന്ന് ശമ്പള പരിഷ്കരണം 1/1/2026 മുതൽ പ്രാബല്യം ആകത്തക്ക രീതിയിൽ നടപ്പിൽ വരുത്തണമെന്നാണ് INTUCയുടെ ആവശ്യം. ഇവിടെ മുണ്ടക്കയം വാലിയിലുള്ള റബ്ബർ തോട്ടങ്ങളിലെ തൊഴിലാളികൾ INTUCയുടെ തിരുക്കൊച്ചി തോട്ടം തൊഴിലാളി യൂണിയൻ്റെയും മറ്റ് യൂണിയനുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. തോട്ടം മാനേജ്മെൻറ്റുകൾക്ക് മുമ്പിൽ എസ്റ്റേറ്റ് ഓഫീസുകളിൽ ധർണയും അതുപോലെ തന്നെ ലേബർ ഓഫീസ് പഠിക്കൽ, പിക്കറ്റിങ്ങുമൊക്കെ അടക്കമുള്ള സമരപരിപാടികൾ നടത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാനേജ്മെൻറ്റുകളുടെ പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ പലപ്പോഴും അതിന് താല്പര്യം കാട്ടുന്നത്. ശമ്പളവും അനുബന്ധ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്റ്റേറ്റിന്റെ എല്ലാ ഓഫീസുകൾക്കും മുമ്പിൽ സമരം നടത്തുവാൻ INTUC ഒരുങ്ങുന്നത്. ജയിലിൽ കിടക്കുന്നവർക്ക് പോലും 750 രൂപ കൂലി, പാവപ്പെട്ട തോട്ടം തൊഴിലാളിക്ക് 500 രൂപ തികച്ചില്ല. ഇതെന്തൊരു നീതിയാണ് ഈ സർക്കാർ ഈ പാവപ്പെട്ട തോട്ടം തൊഴിലാളിയോട് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, ഈ തോട്ട മേഖലയിൽ പീരിമേട് ഉൾപ്പെടെ ഒരു ലയത്തിൽ അന്തി ഉറങ്ങാനായിട്ട് പറ്റില്ല. വെയിലാണെങ്കിൽ മോളിൽ കൂടെ വെട്ടമടിക്കും, സൂര്യപ്രകാശം അടിക്കും. മഴയാണെങ്കിൽ പിന്നെ പറയണ്ട. പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ മക്കൾ സ്കൂളിൽ പോകുന്ന യൂണിഫോം വരെ മഴയാണെങ്കിൽ നനഞ്ഞ്, പുസ്തകങ്ങൾ നനഞ്ഞ് നരകതുല്യമായ ജീവിതമാണ് നയിക്കുന്നത്. എന്താ, ഒരു ശൗചാലയം പോലും ശരിക്കില്ല. ഈ സ്ഥിതി മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളാണ് അഡ്വക്കേറ്റ് സിറിയക് തോമസിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി KK ജനാർദ്ദൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. കാരണം ഈ തോട്ടം തൊഴിലാളികളുടെ ദയനീയാവസ്ഥ ഈ ലോകം അറിയണം. INTUC ഭാരവാഹികളായ സിറിയക് തോമസ്, KK ജനാർദ്ദനൻ, ജോൺ P തോമസ്, റോയ് കപ്പിൽമാക്കൽ, നൌഷാദ് വെമ്പിളി, KS രാജു, VT അയ്യൂബ് ഖാൻ, മാത്തുക്കുട്ടി ഓലിക്കൽ, രഞ്ജിത്ത് കുര്യൻ, ഷാജി വെള്ളനാടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ.